ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഗാർഡനിൽ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഗാർഡനിൽ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇവിടെ പാവൽ നട്ടിട്ടുണ്ടായിരുന്നു. ഒരു തൈയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവിടെയാണ് അതിൻ്റെ ചെവിട്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് മൾബറിയാണ്, ലോങ് മൾബറി വാങ്ങി വെച്ചതാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല പടർന്ന് നല്ല ബുഷിയായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു മാവ്, ഇത് തായ്ലാൻഡ് വെറൈറ്റിയാണ് മാവ്. അപ്പോൾ ഇത്തവണ ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ല കടയൊക്കെ അല്പം വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് അവിടെ ഒരു പാവൽ, നമ്മുടെ പാവയ്ക്ക എന്ന് പറയും, പിടിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരെണ്ണം അത് കേട് വന്നു പോയി. പിന്നെ അതിന് ശേഷം മുകളിലേക്ക് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ കായകൾ വീണിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് വിളവെടുക്കുവാണ്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. വാ, എനിക്കിതിക്ക് ഞാൻ ചെരുപ്പം തരട്ടോ. കാല് ഇറങ്ങി. മേളിലുണ്ട്, പിടിച്ചോ. അപ്പോൾ ഇത്രയും പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വിളവായിട്ടുണ്ട്. ഇതിലും കുറച്ചും കൂടെ വലുതാകുമായിരുന്നു, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കേട് വന്നു പോകുന്നു. അതുകൊണ്ടാണ് ഞാനതങ്ങ് എല്ലാം അങ്ങ് പറിച്ചെടുത്തത്. ഇനി കുറച്ചുകൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിന് ഞാനിനി കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പാവലിൻ്റെ കാര്യം കഴിഞ്ഞു. ഇവിടെ ഒരു താമര മുട്ടിട്ട് നിൽപ്പുണ്ട്. ഉടനെ തന്നെ ഇത് ഞാനിപ്പോൾ ഒരു 1 month ആയിട്ടുള്ളൂ സെറ്റ് ചെയ്തിട്ട്. ടബിലിരുന്നത് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് പോട്ട് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ചെടികളൊക്കെ ഒരു മുല്ല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റംബൂട്ടാൻ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. റംബൂട്ടാൻ അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ വലുതായി കേട്ടോ. ഞാൻ ചെറിയ തൈയാണ് വാങ്ങി വെച്ചിരുന്നത്. എൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പാഷൻ ഫ്രൂട്ടാണ്. ഞാൻ ആ റംബൂട്ടാൻ്റെ തൊട്ടപ്പുറത്തേക്ക് പാഷൻ ഫ്രൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം കിളിർത്ത് മുകളിൽ വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്ലാക്കീനെ രാത്രി ഇവിടെയാണ് കേട്ടോ കിടത്തുന്നത്. അപ്പോൾ അവൻ്റെ കൂടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വയലറ്റ് ചെമ്പകം കൊണ്ടുവന്ന് വെച്ചിരുന്നു. നല്ല മണമാണല്ലോ ചെമ്പകത്തിന്. അങ്ങനെ ഞാൻ ഒരു മരം കൊണ്ടുവന്ന് വെച്ചു. ഇതൊന്ന് റൂട്ടൊക്കെ ആയതിനു ശേഷം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതാണ് ചെമ്പകം. ഇനി ഇതെൻ്റെ വലിയ അടീനിയമാണ്. നല്ല ഉഷാറായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. പിന്നെ ഇവിടെ വരെ നിരത്തി ബൊഗൈൻവില്ലയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് മുന്തിരിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വള്ളി വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് പിച്ചി കളയാമെന്ന് കരുതിയതാണ്. പക്ഷേ ഞാൻ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പുതിയ തളിരും പുതിയ വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ തെറ്റിയും മരമുല്ലയൊക്കെയാണ് വെച്ചത്. പിന്നെ ഇത് വീടിൻ്റെ തെക്ക് വശമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ ഫുള്ള്
മുളകാണ് വെച്ചിട്ടുള്ളത്. അങ്ങേ അറ്റം വരെ മുളക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് നടുന്ന വീഡിയോയും ഇതിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ബൊഗൈൻവില്ല കഴിഞ്ഞിട്ട് 1-2 റോസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് റെഡ് പിനാക്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, നല്ല റെഡാണ്. പിന്നെ അത് നമ്മുടെ നാടൻ റോസാണ്. ഇത് വൈറ്റ് റോസാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ്, അതായത് ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്നുള്ളൊരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. അപ്പോൾ നല്ല പച്ചപ്പോട് കൂടിയിട്ട് നല്ല ഈ ബൊഗൈൻവില്ലയൊക്കെ വെച്ചപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബൊഗൈൻവില്ലയൊക്കെ കൂടി വെച്ചപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഹാങ്ങിങ് ചട്ടികളൊക്കെ ഇപ്പോഴാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹാങ്ങിങ്ങിൽ നമ്മൾ എപ്പോഴും നന്നായിട്ട് കെയർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിൽ അടിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഈ നല്ല വെയിലത്ത് വളരുന്ന ചെടികളാണ് ഞാൻ ഇവിടെ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ്. മുറ്റത്തേക്ക് ഒന്ന് പുറത്തേക്ക് ഡോറ് തുറന്നിറങ്ങുമ്പോൾ തന്നെ നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോർണർ ഞാൻ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3-4 തക്കാളി പരീക്ഷണാർത്ഥം വെച്ചതാണ്. അത്യാവശ്യം കായയാവാനായിട്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ പുത ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടായതുകൊണ്ട്. ഇവിടെയുണ്ട്. പിന്നെ ഇവിടുന്ന് ആ അറ്റം വരെ ഞാൻ മൊത്തം ഒരു 20 തക്കാളി തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സിറയാണ്. സിറയെന്ന് പറയുന്ന വെറൈറ്റിയാണത്. പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള വളപ്രയോഗവും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ നോക്കുന്നത്. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ഒരു വീഡിയോ ആക്കി എന്തായാലും ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടാണ് മുളക് കിളിർത്ത് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടാണ്. ഇതിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള കുറേ ഇലകളൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയണം. അപ്പോൾ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരുന്നതായിരിക്കും. പിന്നെ ഇതുണ്ട്, ഇത് കുരുടിപ്പ് വരുമ്പോൾ നമ്മൾ കുമ്മായം മൊത്തത്തെ നന്നായിട്ട് നനച്ചിട്ട് കുമ്മായം തൂവി കൊടുക്കണം. ചുവട്ടിൽ 1 സ്പൂൺ കുമ്മായവും കൂടി ചേർത്ത് കൊടുക്കണം. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഒരു വെള്ളരിയാണ്. വെള്ളരിയെ നന്നായിട്ട് പടർന്ന് പന്തലിച്ചു. ഒരു കായ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നന്നായിട്ട് കായ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു തക്കാളിയാണ്, കുഴപ്പമില്ലാതെ കിളിക്കുന്നു. ഇത് ജിമിക്കി മുളകിൻ്റെ ഞാനൊരു തൈ നഴ്സറി കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വാങ്ങിക്കൊണ്ടുവന്ന് നട്ടതാണ്. പിടിക്കുമില്ലെന്ന് അറിയില്ല, എന്തായാലും അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇത് ബേറാപ്പിളാണ്. ബേറാപ്പിള് കായയായിട്ടുണ്ട് കേട്ടോ. അതെ, കായയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സപ്പോട്ട വെച്ചിട്ടുണ്ട്. ചട്ടിയിലാണ് സപ്പോട്ട വെച്ചിട്ടുള്ളത്. ഒരു തവണ ഒരു കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വിയറ്റ്നാം ഏർലിയാണ്. ക്രോപ്പ് ചെയ്ത് കൊടുത്തപ്പോഴാണ് കുറച്ചൊന്ന് ഉഷാറായത്. ഇത് ചെറിയാണ്. ഇത് പൂത്തിട്ടുണ്ടായിരുന്നു, പൂവിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു കറിവേപ്പില വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇപ്പം ഉച്ചയായപ്പോഴേക്കും വെള്ളം ഒഴിക്കാത്തത് കൊണ്ടല്ല കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. പക്ഷേ ഉച്ച സമയമാകുമ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇനി വൈകുന്നേരം ആകുമ്പോൾ പക്ഷേ ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സൈഡിലുള്ള പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.